ഇന്ന് നമ്മളൊരു മലയോര ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം പുളിമരങ്ങളുള്ളത് അവിടെയായിരിക്കും. പുളി എന്ന് പറഞ്ഞാൽ കുടംപുളികളാണ് കേട്ടോ. പുളികളുടെ ഒരു ലോകം തന്നെ പറയാം. അത്രയധികം പുളിമരങ്ങളുണ്ട്. നമ്മൾ ആ കാഴ്ചയെ കാണും വിചാരിക്കുക എങ്ങനെയാണ് ഇത്രയധികം പുളിമരങ്ങൾ ഇവിടെ വന്നതെന്ന്. പുറലോകം അധികം അറിയാത്ത ആ ഗ്രാമം ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ പുളിമരങ്ങൾ ധാരാളം കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമം അറിയപ്പെടുന്നത് പുളികളുടെ പേരിലാണ്. പുളിക്കത്തടം എന്നാണ് ആ ഒരു മലയോര ഗ്രാമത്തിൻ്റെ പേര്. പുളിക്കത്തടം പോകാനായിട്ട് നമ്മൾ മൂലമറ്റത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. മൂലമറ്റം ടൗണിക്കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പുളിക്കത്തടത്തിലേക്ക് നമ്മൾ പോകുന്ന കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ മൂലമറ്റം ടൗൺ കഴിഞ്ഞ് വരുമ്പം ഇതിങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് എത്തും. നേരെ പോയാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമായ മൂലമറ്റം പവർ ഹൗസിലേക്കും കോട്ടമലയ്ക്കൊക്കെ പോകാം. ഇവിടുത്തെ റൈറ്റ് എടുക്കുവാണ്, ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കുവാണ്. ഇവിടെയാണ് മൂലമറ്റത്തെ KSRTC ബസ് സ്റ്റേഷനൊക്കെ ഉള്ളത്. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ഒരു T ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് കേട്ടോ. നേരെ നോക്കിയാൽ നമുക്ക് KSEBയുടെ ഓഫീസൊക്കെ കാണാം. ഇവിടുന്ന് ഇടത്ത് പോയി കഴിഞ്ഞാൽ പതിപ്പിള്ളി അതുപോലെ തന്നെ ഉളുപ്പൂണി ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളിവിടുന്ന് റൈറ്റ് എടുത്ത് മൂലമറ്റം വാഗമൺ റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന സ്ഥാപനങ്ങൾ കൂടുതലും ഈ KSEBയുടെയാണ് കേട്ടോ. KSEBയുടെ കെട്ടിടങ്ങളും ക്വാർട്ടേഴ്സുകളും ഒക്കെയാണ് ഇവിടെ മെയിനായിട്ടും ഉള്ളത്. അതുപോലെ ഇവിടെ ഒരു സ്കൂൾ കാണാം കേട്ടോ. സ്കൂൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഗവൺമെൻറ് LP സ്കൂളാണ് കേട്ടോ. അതിൻ്റെ ഭിത്തി കണ്ടില്ലേ, ട്രെയിനിൻ്റെ ഡിസൈനൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. എന്തായാലും ഇവിടെ ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ, കാരണം മഴ വരാൻ പോകാൻ തോന്നുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. നമ്മൾ വലിയൊരു മലയുടെ മുകളിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മൂലമറ്റത്തെ തേക്കും കൂപ്പ് തുടങ്ങുവാണ്. ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെയാണ്. നല്ലൊരു തണുപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം. തേക്കിൻ കൂപ്പ് കഴിഞ്ഞ് അല്പ ദൂരം മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പാലമൊക്കെ കാണാം. പാലത്തിൻ്റെ അടിയിലൂടെ ഒരു ആറൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. പാലം കഴിഞ്ഞ് ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് പോകണം കേട്ടോ. നമ്മൾ ഈ റൂട്ടിൽ പോകുമ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടൊക്കെ ഉള്ളതാണ്, എങ്കിലും ഇവിടെ ഇറങ്ങാതെ എങ്ങനെയാണ് പോകുന്നത്, അതും ഈ മഴക്കാലത്ത്. മൂലമറ്റത്തുനിന്ന് എടാടിലേക്ക് സർവീസ് നടത്തുന്ന പ്രിയദർശിനി ബസ്. എടാട് വരെ ഉള്ളോ ബസ്? വാഗമണിലേക്കില്ലേ? ഇല്ല കേട്ടോ. ഇത് മുട്ടം, കാഞ്ഞാറ്, മൂലമറ്റം, എടാട്. അപ്പോൾ ഇവിടെ ഈ വഴിയരികിൽ ഇത് ഇങ്ങനെ ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ കാണാതെ എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ആ കാണാനാണ് ഇലപ്പിള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ടേ. അപ്പോൾ ഇലപ്പിള്ളി വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇലപ്പിള്ളി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ വലിയ കയറ്റമൊക്കെ കയറി എത്തിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഇത് പണ്ട് ഇടുക്കി പദ്ധതിയുടെയൊക്കെ ഒരു ആരംഭ കാലഘട്ടത്തിൽ നല്ലപോലെ ആക്റ്റീവായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇലപ്പിള്ളിയിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു ബാങ്കും അതുപോലെ കുറച്ച് കടകളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. നേരത്തെ ഇതിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മൂലമറ്റം ടൗൺഷിപ്പൊക്കെ ഇത്രയും വിപുലമാവുന്നതിന് മുൻപ്. മൂലമറ്റം വാഗമൺ റൂട്ടിൽ അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമായ എടാടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമ്മളിന്ന് ഈ പോകുന്ന പുളിക്കത്തടം ഈ എടാടിയിൽ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. ഇപ്പം നമ്മളാ കണ്ട ബസ്സില്ല KSRTC, ആ ബസ് ഇവിടെ കിടക്കുന്നത് തിരിച്ച് മൂലമറ്റത്തിന് പോകാനായിട്ട്. അപ്പോൾ എടാടിയിൽ നിന്ന് പുളിക്കത്തടത്തിലേക്ക് തിരിയുന്ന ചെറിയൊരു ജംഗ്ഷനാണ് കണ്ടോ. ആ മേളിലേക്ക് കിടക്കണ ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ. കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല കയറ്റമാണ്. ഞാനിതുവരെ പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളിതിലെയാണ് വന്നത്. ഇങ്ങനെ വന്ന് നേരെ ഈ വഴി പോകുന്നത് പുള്ളിക്കാനത്തേക്കാണ്. പുള്ളിക്കാനം ചെന്നിട്ട് വാഗമണിലേക്ക് കണക്ട് ചെയ്യുന്ന റൂട്ടാണ് കണ്ടോ. ചെറിയൊരു ക്ഷേത്രം, കോൺക്രീറ്റ് ചെയ്തേക്കുന്ന വളരെ വീതി കുറവുള്ള ഒരു റോഡ്. ഇപ്പോൾ ഭയങ്കര ഇടുങ്ങിയ വഴിയാണ്. വലിയ വാഹനങ്ങളൊന്നും കയറി പോവില്ല. നല്ല കുത്തനെയുള്ള കയറ്റം. ഈ പോകുന്ന വഴിയിൽ കുറേ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ
തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ ഒക്കെയാണുള്ളത്. കൊക്കോ, മലയോര പ്രദേശത്ത് ചെയ്യുന്ന തരത്തിലുള്ള കൃഷികളൊക്കെ. ഈ വഴി അങ്ങ് എത്തവരെ മിക്കവാറും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വഴിയൊക്കെ തെന്നിയാണ് കിടക്കുന്നത് കേട്ടോ, ഈ മഴ ആയതുകൊണ്ടേ. വണ്ടിയൊക്കെ വലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത്ര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. ഇച്ചിരി നല്ല റിസ്ക്കുള്ള റൂട്ടാണ്, അതൊക്കെ തന്നെയാണ് കിടക്കുന്നത്. നല്ല ബ്രേക്കില്ലെങ്കിൽ ഇറങ്ങി വരുമ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അതുപോലെയാണ് ഏടി വെച്ച് കയറുന്ന പോലെ. നമ്മളിന്ന് കുറച്ച് മുന്നോട്ട് പോകുന്നു. ഇവിടെ അങ്ങനെ വീടുകൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എത്തിയപ്പം ഒരു വനം പോലത്തെ ഒരു പ്രദേശമാണ്. പണ്ടും ഇതൊക്കെ ഈ വനമേഖല ആയിരുന്നിരിക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. അവിടെ ഈ മലഞ്ചെരുവിലൊക്കെ മലയിഞ്ചി വളരെ വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. റബ്ബറും എല്ലാം ആയിട്ടുള്ളൊരു കുന്നിൻ ചെരുവ് പ്രദേശം. അപ്പോൾ മഴ പെയ്താൽ പെട്ടുപോട്ടോ. മഴ പെയ്താൽ നല്ല റിസ്ക്കാണ് ഇതിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. പക്ഷെ കൊള്ളാം, നല്ലൊരു എന്താ പറയുക, ഒരു വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. ഇതൊരു മരങ്ങളൊക്കെയാണ് നോക്കേ. അങ്ങനെ ആ കയറ്റമൊക്കെ കയറിയത് ഇങ്ങനെ ഒരു നിരപ്പുള്ളൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അധികം ദൂരമില്ല കയറ്റം, പക്ഷേ ഉള്ളത് നല്ല കിട്ടിലും കയറ്റമാണ്. കണ്ടത് വലിയ താഴ്വാര പ്രദേശങ്ങളും അതുപോലെ അങ്ങനെ ഓപ്പോസിറ്റായിട്ട് വലിയ മലകളൊക്കെ നമുക്ക് കാണാം. ഇതിവിടെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കണ്ടതുണ്ടല്ലേ. ആ വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു വഴിയാണ് കേട്ടോ. ഓക്കെ, ഇതിലെ ചവിട്ടിയാണ് കയറി പോകുന്നത്. ചെറിയ കുത്തുകല്ലുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കയ്യാലെ കെട്ടി വെച്ചേക്കണം. അതിൻ്റെ മുകളിലാണ് ആ വീട്. അതുകൊണ്ട് അവിടെ വലിയ മലകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് മഴ പെയ്യുമായിരിക്കുമെന്ന്. അതിലൊരു തോടൊഴുകി പോകുന്നുണ്ട്, ആ വെള്ളം ഇറങ്ങുന്നതിൻ്റെ സൗണ്ടാണേ. അപ്പോൾ ഇവിടെ മുതൽ പുളിമരങ്ങളൊക്കെ കാണാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതെ, അവിടെയൊക്കെ ആ മലയുടെ മേളിലൊക്കെ നിൽക്കുന്നുണ്ട് ഇഷ്ടം പോലെ പുളിമരങ്ങൾ. ആ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നല്ല വലിപ്പമുള്ള കുടംപുളി ഇങ്ങനെ ചാടിക്കിടക്കും ഈ വഴി കൂടെയൊക്കെ. എന്താ പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു കായുണ്ട്, ഒരു പഴമാണ് കേട്ടോ. വേണ്ടോ, അത് കഴിക്കാനൊക്കെ പറ്റും, നല്ല ടേസ്റ്റാണ്. ഇത് ഇവിടെ ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട്, പക്ഷെ തുറന്നിട്ടില്ല. അതിൻ്റെ മുന്നിലായിട്ടൊരു ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ കാണാം നമുക്ക്. ഓട്ടോറിക്ഷയും ജീപ്പൊക്കെയാണ് പ്രധാനമായിട്ട് ഇവർ പുറത്തേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മിക്ക വീടുകളിലും 2 വീലറുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ സ്കൂട്ടർ റോഡ് സൈഡിൽ മൂടിയിട്ടേക്കണം കേട്ടോ. കാരണം വെച്ചാൽ മിക്ക വീടുകളിലേക്കും എത്തിപ്പെടാനായിട്ട് വഴിയൊന്നും കാണില്ല, അതുകൊണ്ടായിരിക്കും ഈ റോഡ് സൈഡിൽ വെച്ചേക്കുന്നത്. അതിങ്ങനെയുള്ള ചെറിയ അരുവികളൊക്കെ നമുക്ക് കാണാം, ഒരുപാട് ഉണ്ട് ഇവിടെ. ഉണ്ടോ പുളിമരങ്ങൾ, ആ നിൽക്കുന്നതൊക്കെ കുടംപുളി മരങ്ങളാണ്, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പുളിമരങ്ങളുടെ കാഴ്ചകൾ അങ്ങ് തുടങ്ങുവാണേ. ഇനി നമ്മൾ കാണുന്ന മെയിൻ കാഴ്ച എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ ഇവിടെ ചെറിയ ചേട്ടനെ പരിചയപ്പെട്ടെ. ചേട്ടൻ്റെ പേരെന്നാ? ഭാസ്കരൻ. ചേട്ടൻ്റെ വീടാണത് ആ കാണുന്നത്. തറവാട് അല്ലേ? ഇതുണ്ടോ കുടംപുളി മരങ്ങൾ ഇവിടെ ഒത്തിരി ഉണ്ടല്ലേ. ഇത് തന്നെയാണ് നമ്മളിനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത്. ടെറസിൻ്റെ മേളിലൊക്കെ പുളി ചാടി അതൊക്കെ പറക്കിയെടുക്കുമോ? പറക്കിയെടുക്കും. ഇപ്പം ചാടി പറഞ്ഞുകൊണ്ട് സമയത്ത് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം? പറമ്പിലേക്ക്. പുളി ഉണങ്ങാനായിട്ട് പോകും അല്ലേ? എന്തായാലും നമ്മൾ എത്തിയേക്കുന്ന കറക്റ്റ് ടൈമിലാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ കോൺക്രീറ്റ് റോഡ് ഇത് ഈ ഇടയ്ക്ക് പണിതാണോ? അതെ അല്ലേ? എത്ര വരെ ഉണ്ടോ? അതെ അല്ലേ? ഇനി വഴി കോൺക്രീറ്റ് ഒന്നും ഇല്ല കേട്ടോ, മണ്ണിട്ട വഴിയാണ്. ഇവിടെ ഓരോ വീടുകളുടെ ഒക്കെ മുന്നിലായിട്ട് ഇങ്ങനെ ചാക്കുകൾ കാണട്ടോ. അതിലെല്ലാം ഈ രാവിലെ തന്നെ പുളി എല്ലാം പറക്കി കുട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ. ഇനി ഇത് ഉണങ്ങാനായിട്ട് എടുത്തുകൊണ്ട് പോകും. ഇവിടെ എത്ര വീടുകളുണ്ട് ചേട്ടാ മൊത്തം? 15 വീടുകളേ ഉള്ളോ? അതേ ഉള്ളൂ അല്ലേ? ഈ കൂടുതൽ ഇങ്ങനെയുള്ള പറമ്പുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടോ പുളിമരങ്ങൾ? ഇപ്പം ഇതിന്റെ സീസൺ ആണല്ലോ അല്ലേ? കഴിഞ്ഞു. ഇത് നല്ല തണുപ്പുള്ള പ്രദേശത്താണ് കൂടുതലുള്ളത് അല്ലേ? താമസിച്ചാവുള്ളൂ. ഈ മഴക്കാലത്തല്ലേ ഇത്? അപ്പോൾ ഞങ്ങൾ പോകുന്നത് ആ വലിയ മലയുടെ മേളിലേക്കാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഒത്തിരി നടക്കാനുണ്ടോ? ആ കാണാനുണ്ടല്ലോ, ആ വലിയ മലയുടെ മേളിലേക്കാണ് ഈ പോകുന്നത്. ഉള്ളതല്ലേ പുളിമരം? അത് ചേട്ടൻ്റെ പറമ്പാണോ? അത് അവിടെ അല്ലേ? ഇവിടെ ഒരു അങ്കണവാടി ഒക്കെ ഉണ്ട്.
8ാം വാർഡ്. ഇത് ഏത് അറക്കുളം ഗ്രാമപഞ്ചായത്ത് അല്ലേ? അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡാണ്. അംഗൻവാടി പിള്ളേരൊക്കെ ഉണ്ടോ? ആ, അപ്പോൾ കോൺക്രീറ്റ് റോഡുണ്ട്, കുറേ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? കുറച്ചുകൂടെ ഉള്ളൂ. ആ മൺവഴിയാ അല്ലേ? ആ ഉണ്ടോ? അതിൻ്റെ അവിടെ മേളിലൊരു വീട് കാണാം. ഈ കൊക്കോയും ഉണ്ടല്ലേ? കൊക്കോയും ഒരുപാടുണ്ട് ഇവിടെ. കായ കുറവാണോ? ആ, ഇവിടെ ഉള്ളവരുടെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് ഈ കുടംപുളി അല്ലേ? കുടംപുളി പിന്നെ കൊക്കോയുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്. ആ, ഈ പുളിക്ക് എവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്? പുളി ഇവിടെ എടുക്കുന്നുണ്ട്, എടുക്കും അല്ലേ? പുറത്തോട്ടൊക്കെ പോകും. പിന്നെ ഇവിടുത്തെ പുളിക്ക് ഒരു ഡിമാൻഡ് കൂടുതലുണ്ട്. അത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കുടംപുളി ഡിമാൻഡ് കൂടുതലാണ്. കുടംപുളി എന്ന് പറഞ്ഞാൽ ഇത് പച്ച കുറച്ചാൽ കമർപ്പുണ്ടാവും. പഴുത്ത് തന്നെ ഞങ്ങൾ കുറച്ച് വീടിനെ പെറുക്കി ഉണങ്ങുവാണ്. നല്ല കുറയുണ്ട്, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അതിലൊരു തോടൊക്കെ ഒഴുകി വരുന്നത് കാണാം. ഇനി കോൺക്രീറ്റ് റോഡില്ല കേട്ടോ, ഇനിത് ഇങ്ങനെയുള്ള ഓഫ് റോഡാണ് അല്ലേ? അപ്പോൾ കോൺക്രീറ്റ് റോഡ് തീർന്നു. ഇവിടെ വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമായിരിക്കും അല്ലേ? വെള്ളം പറ്റും ഇവിടെ വേനൽക്കാലത്ത്? ഓസിട്ട് കൊണ്ടുവരും മേളിൽ നിന്നല്ലേ? പിന്നെ ജലനിധി ഇവിടെ ഇല്ല, ജലസംഭരണിയുണ്ട്. ഇതിൽ ജീപ്പൊക്കെ കയറി പോകുന്നല്ലേ? ഇതിലെ ചെറിയൊരു അരുവി നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ടേ. ഈ വീടിന്റെ ജീപ്പാണത്. ജീപ്പ് ഉണ്ടല്ലേ ആ വീട്ടിലെ? ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മഴക്കാലം വന്നപ്പോൾ വിരിയാൻ തുടങ്ങിയതല്ലേ? ചേട്ടാ, ഇവിടെ ഈ മഴക്കാലത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ടാവും. അതെ അല്ലേ? ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഉണ്ടല്ലേ? ഈ വീട്ടിലാണ് ജീപ്പ് ഉണ്ടെന്ന് പറഞ്ഞേ. ആ മലയൊക്കെ അതെ ഏട്ടാ കാണണേ. അത് ഇത് തന്നെ ഒരു മേഴാണ് പുള്ളി, ഈ പുള്ളിക്കത്തറത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതെ അല്ലേ? അതിന്റെ മോള് പുള്ളിക്കാനമാണ്. പുള്ളിക്കാനോ അല്ലേ? പുള്ളിക്കാന സൈഡാണ്. അതുപോലെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയേ ഇത് എങ്ങോട്ടാണ് ചെല്ലുന്നത്? ഇത് നേരെ എവിടെ ഒരു വീട് വരെ ഉള്ളൂ. അതിന് തീരുവാണോ? പോകേണ്ടതാണ്. പുള്ളിക്കാനത്തിന് വേണ്ടി പൊക്കോണ്ട് നാട്ടുകാർ ഞങ്ങളെല്ലാവരും കൂടി വെട്ടിയതാണ്. അതെ അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തുറക്കാതെ ഈ വഴി കൂടെ കിടക്കണമൊക്കെ ഇതിങ്ങനെ എടുത്ത ആരും പറക്കില്ലേ? പുളിക്കത്തടം പുളിക്ക് നല്ല ഡിമാൻഡാണേ. ഏറ്റവും ബെസ്റ്റ് പുളിയാന്ന് പറഞ്ഞേ. അടിപൊളിയാ. ഒരു സൈസ് മാത്രമല്ല കേട്ടോ, കുറെ സൈസ് ഉണ്ടെന്ന് പറഞ്ഞേ. വരിക്കപ്പുളി നല്ല ഉറയാണ്. ഉറാന്ന് പറഞ്ഞാല് അതിന്റെ പുളിപ്പ് കൂടുതലാണ്. ഇപ്പം മറ്റേ പുളി 2 ചോളയിടത്ത് ഇത് 1 ചോള ഇട്ടാൽ മതി. 1 ചോള ഇട്ടാ ഈ പുളിക്കത്തരം പുളി 1 ചോള ഇട്ടാ വരിക്കപ്പുളി എന്ന് പറഞ്ഞേ. വരിക്കപ്പുളിക്ക് ഉണ്ടോ ചേട്ടൻ്റെ? ഇപ്പം ഒന്ന് കാണിച്ചു തന്നെ. അതിന്റെ അവിടെ എനിക്കുണ്ട്. ഉണ്ടല്ലേ? ഇത് കുറുക്കുഴിയാണോ? ഓക്കെ, നടവഴി ഉണ്ടല്ലേ? നടവഴി. അതിങ്ങനെയുള്ള വഴി കൂടെയാണേ മേളിലേക്ക് കയറി പോകുന്നത് കേട്ടോ. ഇതല്ലേ ഈ മലയിഞ്ചി അല്ലേ? അതെ അല്ലേ? ചേട്ടൻ പറഞ്ഞു വെച്ചാൽ പുതുമഴ പെയ്യില്ലേ? പുതുമഴ പെയ്യുമ്പോൾ വേനൽക്കാലം കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇത് പൂക്കാൻ തുടങ്ങണേ അല്ലേ? തളുക്കും. ഓക്കെ. പിന്നെ ഇടയ്ക്ക് വേനൽക്കാലം വന്നാൽ ഒറ്റയെണ്ണം പിടിക്കുകയില്ല. വേനൽക്കാലത്ത് പിടിക്കില്ല. ഇതിന് മഴക്കാലമാണ് ഇതിൻ്റെ ഒരു സീസൺ. ജൂൺ ജൂലൈ ടൈമൊക്കെ ആകുമ്പോഴത്തേനും കാണുമോ? അതല്ലേ? സെപ്റ്റംബർ വരെ ഉണ്ടല്ലേ? ഇച്ചിരി പ്രയാസം കേട്ടോ. ചേട്ടനെ കുഴപ്പമില്ല, സ്ഥിരം നടക്കണോണ്ട് നല്ല കുത്തനെയാണ്. അതെ അല്ലേ? സ്ഥിരം നടക്കണവർക്കാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അതുപോലെയാണ് നല്ല കുത്തനെ. എന്നിട്ടില്ലേ അതിലേം കയറി വന്നേ. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പുകളല്ലേ? പട്ടയഭൂമിയാണെല്ലാം. ചേട്ടാ അത് വനം അറിഞ്ഞായിരുന്നേ? കുടിയേറി പാർത്താണ്, പണ്ട് വനം ആർന്നു കാരണവന്മാരൊക്കെ ആയിട്ടല്ലേ? ഇപ്പം ഈ കാണുന്ന സ്ഥലത്ത് എല്ലാത്തിനും പട്ടയമുണ്ടോ? ഇവിടെ ഈ താമസമൊക്കെ ആരംഭിച്ചിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും? അപ്പോൾ അതിനൊക്കെ മുന്നേ അല്ലേ?
അപ്പോൾ അതൊരു കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ നടന്ന് ചേട്ടൻ്റെ പറമ്പിലേക്ക് എത്തി കേട്ടോ. അയ്യോ കയറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു പറമ്പ് വട്ടം കയറി. ഇവിടെ ഒത്തിരി കുരങ്ങന്മാരുണ്ടേ, നല്ല ശല്യമാണെന്ന് പറഞ്ഞേ. പൊളിയൊന്നും വെച്ചേക്കില്ല അല്ലേ, കടിച്ച് പറിച്ച് അവന്മാർ പാരിപ്പിളകും. ഇത് കുരങ്ങ് പറിച്ചിട്ടേക്കണ കാണാമല്ലേ ഇവിടെ. അത് കണ്ടില്ലേ, ഇത് കണ്ടോ. ഓക്കെ, കുരങ്ങ് പറിച്ചതിൻ്റെ അകത്തെ കുരു തിന്നിട്ട് തൊണ്ട് മാത്രം ഇട്ടേക്കണ. അയ്യോ ഇതെല്ലാം ഈ കുരങ്ങന്മാരുടെ പണിയാണേ. നോക്കി ഉണ്ടോ, മാറിങ്ങനെ കീറി തരൂല്ലേ കുരു കളഞ്ഞ. അപ്പോൾ അതെ ഇവിടെ ഇതിൻ്റെ അകത്താണ് ഉണങ്ങണേ. ഒരു ഷെഡ് കാണാം നമുക്കിവിടെ. ഇതിൻ്റെ അകത്താണ് ഈ പുളികളെല്ലാം പറിച്ച് ഉണങ്ങുന്നത്. ഇതുണ്ടോ അതിൻ്റെ കായെല്ലാം ചേട്ടൻ അതിൻ്റെ തൊണ്ട എടുത്തിട്ട് കായെല്ലാം കൊണ്ടിട്ടേക്കാൻ കണ്ടില്ലേ. കണ്ടില്ലേ ഇതെല്ലാം നോക്കി എന്ത് വലിപ്പമാണ് നോക്കി. ഇവിടുത്തെ പുളികളുടെയൊക്കെ ഒരു വലിപ്പം ക്വാളിറ്റിയൊക്കെ അതൊന്ന് വേറെ തന്നെ കേട്ടോ. ഇപ്പോൾ പുളി ഉണ്ടോ? ഉണക്കായിട്ടില്ല അല്ലേ? അത് വെറും പച്ച, ഇത് ഒരുമാതിരി വാടി തുടങ്ങിയത്. ഇതെല്ലാം ഇളക്കണം. ഞാൻ ലൈറ്റ് അടിച്ച് കാണിച്ചു തരാം. ഇതിന് എത്ര ദിവസം വേണം? ഇതൊരു ഇന്ന് നമ്മൾ വിരുന്ന് കൊടുക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തേന് ഏതാണ്ട് ഒരു 3/4 ഭാഗവും ഈ വാടി തീയിട്ട് കൊടുക്കുമല്ലേ? തീയിട്ട് കൊടുക്കണം. അടി കത്തിക്കും. തീയിട്ട് കൊടുക്കും. പുകയും തീയും എല്ലാം കൂടെ വേണം. ഓക്കെ. തീ തന്നെ കത്തിയാൽ പൊള്ളി പോകും. പുക നിൽക്കണം അല്ലേ? പുക നിൽക്കണം. ഇത് പുകച്ചെടുക്കണമല്ലോ. പുക കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് മൂടിയിട്ടേക്കുന്നത്. ഈ പുക അങ്ങനെ നിൽക്കാണ്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഉണങ്ങണം. ഒരു ഗ്രില്ല് അല്ലേ, ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിൽ നിരത്തിയിട്ടേക്കും. എത്ര ദിവസം പിടിക്കും ചേട്ടാ? ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് താമസമായിരിക്കും അല്ലേ? ഉണക്കായതാണ്. ചെറുതല്ല ഉണങ്ങി കഴിയുമ്പോൾ ആ വെള്ളം വരുമ്പോഴത്തേനും ഒന്ന് ചുരുങ്ങി വരും. ചുരുങ്ങും. അപ്പോൾ നമ്മളൊരു 1 കിലോ പുളി ഉണങ്ങി കഴിയുമ്പോൾ എത്ര കിലോ വരും? 1 കിലോ ഉണങ്ങി ഒന്നും കിട്ടില്ല. 7 കിലോ 8 കിലോ പച്ചപ്പുളി ഇട്ടാലേ 1 കിലോ ഉണക്കം കിട്ടുള്ളൂ. നല്ല പണിയാട്ടോ ഇതിന്റെ പിന്നില്. നല്ല പണിയാ. ഈ പറമ്പ് നിറയെ പുളിമരങ്ങൾ. അല്ല ഇവിടെ ചേട്ടന് മൊത്തം 9 മരങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതിൽ ഒത്തിരി പുളിമരങ്ങളുണ്ട്. എല്ലാം ഇങ്ങനെ അടുത്തടുത്തല്ല, നമ്മൾ കയറുന്ന വഴിയിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഓരോരുടെ പറമ്പുകളിൽ നിൽക്കുന്ന പുളിമരങ്ങളാണ്. ഇത് ഇല്ലിക്കമ്പ് അല്ലേ? മുള. ഇതാണ് കത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ തീയിട്ട് കഴിഞ്ഞാൽ ഒരാൾ നിൽക്കണ്ട ഇവിടെ? പകൽ സമയത്ത് മാത്രം രാത്രി ഞാൻ ഇവിടെ കിടക്കാൻ നേരത്തെ കിടക്കുവായിരുന്നോ? നേരത്തെ ഇവിടെ കിടക്കും. അന്നേരം ഇവിടെ തണുപ്പ് കൂടുതലാണ്. കാരണം ഈ തീയിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. 2-3 പ്രാവശ്യം കത്തിപ്പോയിട്ടുണ്ട്. അതെ അല്ലേ? ചേട്ടൻ ചായ അനത്തുവാ അല്ലേ? ഇവിടെ വെട്ടമില്ല ചേട്ടാ, ഇരുട്ടത്ത് എങ്ങനെയാ ഇതൊക്കെ? വെട്ടം ഈ സോളാറിൻ്റെ എന്തെങ്കിലും കൊണ്ട് വെക്കാൻ പറ്റായിരുന്നോ? ഇതിങ്ങനെ നടന്നാൽ ഈ പാമ്പ് കയറി വരില്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഈ കൂട്ടിലൊക്കെ ഇട്ടങ്ങനെ എന്താ പഞ്ചസാര ഉപ്പൊക്കെയാണോ? അത്യാവശ്യം ചെറിയ പാചകമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ? അതെ. കാരണം ഞാനത് എങ്ങനെയാ പറയുന്നത്, ഞാൻ അതുപോലെയാണ് കുത്തണം. ചേട്ടൻ സിമ്പിളായിട്ട് കൂളായിട്ട് കയറി വന്നോ. ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. ഈ മലകളൊക്കെ കയറിയിട്ട് കുറേ നാളായതുകൊണ്ട് അതിൻ്റെ ഒരു കഥപ്പൊക്കെ ആയിരുന്നു. വിറക് നനഞ്ഞിട്ടുണ്ടല്ലേ, കത്തിക്കിട്ടാനാ പാട്. ഒരു ചെറിയ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് അവിടെ. സുഖം കേട്ടോ, അതിൻ്റെ മേലിൽ ഒരു ശല്യവും ഇല്ല. നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയ്ക്ക് അവിടെ. ചേട്ടൻ ഈ പുളിയുടെ ആവശ്യം വേണ്ടിട്ട് അവിടെ ആ വീട്ടിൽ വന്നേക്കുന്നില്ല. അപ്പൊ ചേട്ടന്റെ വീട് ശരിക്കും എടാടാണ്. എന്റെ വീട് ഞാൻ സ്വന്തമായിട്ട് താമസിക്കുന്നത് എടാടാണ്. അപ്പൊ അവിടെ ആരാ ഉള്ള തറവാട്ടില്? അവിടെ ആരുമില്ല. ഇവിടെ ഞാൻ വന്നില്ലേ, അതാണ് നമ്മുടെ തറവാട്. അവിടെ ചേട്ടന്റെ മക്കളും ചേട്ടത്തിയും ഒക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പൊ ഇവിടുന്ന് പുളി എടുത്തോണ്ട് എടാട്ടിലേക്ക് വീട്ടിലേക്ക് പോകൂല്ലേ? ഒരുമാതിരി ഉണക്കായത് ഇറക്കിക്കൊണ്ട് പോകും. അവിടെ കൊണ്ട് കഞ്ഞി വെക്കുന്ന ഇതുപോലെ ചേര് കാണൂല്ലേ? ചേര് ചെറിയൊരു ചേരയുള്ളൂ അവിടെ അടുക്കളയിലെ. ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ഈ തീ കത്തിക്കുന്നത് ഒത്തിരി കൂടാനും പറ്റില്ല, ഒരു മിതമായ നിരക്കിലാണ് കത്തിക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊള്ളി പോകുന്ന പറഞ്ഞു. പുകയും ചൂടും വേണം. പുകയാണ് മെയിന്. ആ പുകയത്തിരുന്ന് ഇങ്ങനെ ഉണങ്ങി വരണം അല്ലേ? കറുത്ത്. അറിഞ്ഞില്ല, ആരും പറഞ്ഞുമില്ല. അതെ ഇവിടെ ഈ സാധനം ഉണ്ടേ, തോട്ടപ്പുഴു. അത് കടിച്ചിരിക്കുന്ന കണ്ടില്ല? അതെ, അയ്യോ എൻ്റെ പൊന്നെ. കുഴപ്പമില്ല, ചേട്ടൻ്റെ ഉപ്പുണ്ട്, മാർക്ക് പണി കൊടുക്കാം. ഉപ്പിട്ടാതെ ഉപ്പ് എൻ്റെ മേളിലേക്ക് ഇടാൻ പോവാണ്.
നന്നായിട്ട് തിളച്ചു അല്ലേ? തിളച്ചിട്ട് അങ്ങോട്ട് വെക്കാം. എത്ര വെള്ളത്തി ഇട്ടോ ചേട്ടൻ എടുക്കുന്ന പോലെ എടുത്തോ. അല്ല കുഴപ്പമില്ല, അങ്ങനെയുള്ള കുഴപ്പമില്ല. കടുപ്പം കൂടി സാരമില്ല. തിളച്ചോട്ടെ. തിളയ്ക്കാണ്ടല്ലേ? തിളച്ചാണ്. അപ്പോൾ ചേട്ടൻ്റെ നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി തന്നു. ചേട്ടൻ കട്ടൻ ചായ കുടിക്കില്ല എന്ന് പറഞ്ഞേ. ഷുഗർ ഉള്ളതുകൊണ്ട്. ഷുഗർ കുറവാ. അതെന്നാ അത്? ഗ്ലൂക്കോസ് പൊടി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. അതും പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ട് കുടിക്കുകയാണെങ്കിൽ കുറേ മാറ്റം വരും. അപ്പോൾ ഈ ചായ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണോ? അല്ല, ഇതോടെ ഞാൻ പിന്നെ കഴിച്ചോളാം. അതെ. ഇതേ കഴിക്കുമ്പോൾ വേഗനാവും. ഷുഗർ കയറിക്കോളും പെട്ടെന്ന്. വേഗനാവും, ക്ഷീണം മാത്രം. അട്ട അടിക്കാതിരിക്കാനാണോ എണ്ണ തേക്കണേ? എണ്ണ തൂക്കുവാണെങ്കിൽ കുറേ മറ്റേ ഉമ്മാര് കയറി. അയ്യോ, അറിയില്ല. കയറി കഴിഞ്ഞാലേ കടിച്ചു തുടങ്ങി ചെറിയൊരു വേദന എടുക്കുമ്പോഴേ അറിയുള്ളൂ. അറിയില്ല. അങ്ങനെ ചായ കൂടി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പറമ്പിലേക്ക് കയറാൻ പോവാം കേട്ടോ. ഇത് കണ്ടില്ലേ, എൻ്റെ ചോട്ടിലേക്ക് എന്തോരം പുളികളാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. ഇതെല്ലാം ഈ മരത്തിൽ നിന്ന് ചാടി കിടക്കുന്നതാണ്. കുറേയൊക്കെ കുരങ്ങന്മാർ ഉണ്ട്. അവന്മാർ നമുക്ക് പണി എളുപ്പമാക്കി തന്നിട്ടുണ്ട്, പൊട്ടിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറേ ഭാഗം അവർ കഴിക്കും കേട്ടോ. അവർ ഈ അകത്ത് ഈ കായുണ്ട്, ഈ പഴം കഴിക്കാനായിട്ടാണ് അത് തുരക്കുന്നത്. ഈ മഴ ആയി കഴിഞ്ഞാൽ ഇതിലെ നടക്കാച്ച ബുദ്ധിമുട്ടാണ് അല്ലേ? ഈ പുളിയുടെ ഇലകളെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തെന്നും. ഓക്കെ. അതാ വരിക്കപ്പുളി അല്ലേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞ വരിക്കപ്പുളി എന്ന് പറഞ്ഞ ഇനം ഇതാണേ. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വരിക്കപ്പുളിക്ക് നീളമുണ്ടല്ലേ? നീളമുണ്ട്. മറ്റേ സാധാ പുളി ഉരുണ്ടായിരിക്കുന്നത്. ഇതിനാണ് ഏറ്റവും കൂടുതൽ പുളിയുള്ളത് അല്ലേ? വരിക്കപ്പുളിയുടെ മരമാണത് ആ നിൽക്കുന്നത്. ഉണ്ടോ? ഇതെല്ലാം ഞങ്ങൾക്ക് പറക്കിയെടുക്കാനുള്ളതാണ്. ഉണ്ടോ? ഇതാണ് ആ പുളിമരം. ഉണ്ടോ? നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇതിൽ നടന്ന് പറക്കാൻ വെച്ചാൽ പാടാട്ടോ. കാരണം പ്രോപ്പറായിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, അങ്ങനെ വഴിയൊന്നുമില്ല. പ്രളയം വന്നപ്പം ഉരുള് വന്നാണോ? ഈ ചാലല്ലേ? അത് വന്ന് അതങ്ങനെ പോയേക്കോ. ആ പുളി പ്ലാവ് എല്ലാം പോയെന്ന് ഞാൻ ഓർത്തു. ഇവിടെ കുളമാവ് ഏരിയ ആ മലയൊക്കെ കാണണല്ലേ? ഇത് നാട് ഇവിടെ പതിപ്പള്ളി എന്ന് പറയും. പതിപ്പള്ളി എൻ്റെ താഴെ. ഇത് നമ്മൾ പുള്ളിക്കാനത്തിന് കയറി പോകാൻ പഴയ കാലത്തെ വഴിയാണ്. ഏത് ഈ വഴിയാ? ഈ വഴി ഇങ്ങനെ കയറി പോവാം, പുള്ളിക്കാനം വരെ ചെല്ലും. ഓക്കെ. ഇത് കണ്ടോ, ഒരു നടവഴി പുള്ളിക്കാനത്തേക്ക് കയറി ചെല്ലാൻ ആളുകൾ നടക്കുമായിരുന്നു അല്ലേ? ഞങ്ങൾ ഇതിലെ പൊക്കൊണ്ടിരുന്നേ. അതെ, താഴേന്ന് അല്ലേ? ആ വട്ടം കയറും ഇങ്ങനെ വട്ടം കയറും. വട്ടം. ഇത് ആനമുളയല്ലേ? ആനമുള എന്ന് പറഞ്ഞ സംഭവം അല്ലേ? ഇല്ലി, നമ്മുടെ ഇല്ലി, മുള്ളു കുറവുള്ള ഇല്ലിയല്ല. ഇല്ലല്ല, മൂങ്കി മൂങ്കി അല്ലെ മുളയെന്ന് പറയും, അല്ലെ കാമ്പെന്ന് പറയും. കാമ്പെന്ന് പറയും. നല്ല വണ്ണമുണ്ട്. വണ്ണമുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പുളിമരങ്ങൾ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് എവിടെ ഈ പുളിമരങ്ങൾ, പക്ഷെ ഒത്തിരി ഉണ്ട് കേട്ടോ. അത് പല സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ ഇത്രയും പുളിമരങ്ങളുള്ള സ്ഥലങ്ങൾ കുറവാല്ലേ? അതുപോലെ തന്നെ ഈ പുളിക്കത്തടത്തിലെ പുളികൾക്കൊക്കെ ഏറ്റവും പ്രായം ചെന്ന് എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടെന്ന് വല്ല ചേട്ടൻ അറിയാവോ? അതെന്ന് വെച്ചാൽ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. ഞാൻ 58-ലുള്ളതാണ്. 58-ന് മുമ്പ് തൊട്ട് തറവാടിലെ പുളിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ യഥാർത്ഥ പ്രായം പറയാൻ പറ്റില്ല. എന്തെങ്കിലും കേട് വന്നോ കാലാവസ്ഥയിലെ വ്യതിയാനം വന്നാൽ പോയി, അതേ ഉള്ളൂ. അതുപോലെ ചേട്ടാ, ഇതിന്റെ വില എങ്ങനെ കിലോയ്ക്ക്? ഇതിന്റെ കിലോ വില എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വില കുറവാണ്. കച്ചവടക്കാരുടെ കയ്യിലാണ് ഇതിന്റെ വില ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഡയറക്റ്റ്? പുറത്ത് കൊടുക്കുന്നുണ്ടോ? കച്ചവടക്കാർക്ക് അല്ലാതെ ആളുകളൊക്കെ വന്ന് അത് കിലോയ്ക്ക് എന്നാ വിലയ്ക്ക്? 250 രൂപ 300 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. കൊടുക്കാറില്ല. ഫസ്റ്റ് പുളി എന്ന് വെച്ചാൽ പുളി ചെറുതും വലുതും എല്ലാം ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേട്ടന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ടല്ലേ? നമ്മള് വേറെ മായവും കാര്യങ്ങളും ഒന്നും ചേർക്കാറില്ല. പിന്നെ ഒറിജിനൽ പഴുത്ത് വീഴുന്ന പുളി തന്നെയാണ് നമ്മൾ ഉണങ്ങുന്നത്. പച്ചപ്പുളി പറിച്ചുണങ്ങിയാലാണ് പച്ചപ്പുളി വീണാൽ ഇതിന് കവർപ്പുണ്ടെന്ന് പറയുന്നു, അതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പുളി കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും വേണ്ടെന്ന് പറയുന്നില്ല. പിന്നെ കൊല്ലം വരുന്നുണ്ടല്ലേ? ഞാൻ ഗൾഫിലോട്ട് വിടുന്നുണ്ട്. ഇത് ഗൾഫിലേക്ക് വിടുന്നുണ്ടോ? ഓരോരുത്തർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു പ്രാവശ്യം മേടിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ മേടിച്ചുകൊണ്ട് പോകുന്നത് 4-5 കിലോ വെച്ച് ഒരാണ്ടി കൊണ്ടുപോകും. അതുപോലെ തന്നെ ചേട്ടന് ഈ പറമ്പിൽ ഈ പുളി കൂടാതെ തന്നെ ആദായം കാപ്പിയുണ്ടല്ലേ? കാപ്പിയുണ്ട്. അങ്ങനെ അത്യാവശ്യം ആദായം ലഭിക്കുന്ന ഒരു പറമ്പാണ്. ആദായം ലഭിക്കുന്ന പറമ്പാണ്. ഇതിന്ന് കായുള്ളതല്ലേ ഏട്ടാ കാപ്പിയില് എടുക്കുന്നതാണോ? അതെല്ലേ?
കായുണ്ട്. നമ്മുടെ നാടൻ കാപ്പിയല്ലേ? നാടൻ കാപ്പിയാ, നീലഗിരിയാ. അപ്പോൾ കാപ്പി കൂടാതെ ജാതിയുണ്ട്. ഇതിങ്ങനെ ചാടുന്നത് നോക്കി പറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ ചീഞ്ഞു പോകും. ഇതൊരു പശയുണ്ടല്ലേ? ഈ കായ കഴിക്കാൻ നല്ല ടേസ്റ്റാ. ചില പുളിയുടെ മധുരമുണ്ട്, ചില പുളിയുടെ ഭയങ്കര പുളിയായിരിക്കും. ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതൊക്കെ കഴിക്കുമായിരുന്നു. മിക്ക പുളി എടുക്കുമ്പോഴത്തേക്കും അത് ഓൾറെഡി അത് പൊട്ടിക്കിടക്കുമായിരിക്കും കേട്ടോ. കുരങ്ങന്മാർ എളുപ്പപ്പണി ഉണ്ടാക്കി തരുന്നതാണ്. മധുരം ഉണ്ടോന്ന് അവരേട്ടോ, ചെറുമധുരമേ ഉള്ളൂ, പുളിയാ. അപ്പോൾ ചേട്ടൻ്റെ പറമ്പിലെ പുളിമരങ്ങളൊക്കെ അതെ അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. അതൊരു മരമാണ്. അതുപോലെ അവിടെ മുകളിലൊരു മരമുണ്ട്. പിന്നെ ഇത് ഇവിടെ ഉണ്ട് കണ്ടോ. ഇവിടെ മേളിലായിട്ട് 3-4 മരങ്ങൾ അടുപ്പിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കയറി പോകാനാണ്. പോയി അതിൻ്റെ ചോട്ടിക്കൂടൊക്കെ പോയി പറക്കി എടുത്തുകൊണ്ട് വരാൻ ചില്ലറ കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ. ഇതുണ്ടല്ലോ ഈ ഇങ്ങനെ വഴിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് ഇതിൻ്റെ പുറകിലല്ലേ ചേട്ടാ? ഇത് ഉണങ്ങി എടുക്കുന്ന വരെയുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഭാസ്കരൻ ചേട്ടാ, ചേട്ടൻ വരാൻ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിയാവും അല്ലേ? അപ്പം 5 മണിയാവും. എന്നാൽ ഞാൻ പതുക്കെ അങ്ങ് ഇറങ്ങിയേക്കുക. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ചേട്ടൻ്റെ നമ്പർ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുളി വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലേ? കൊടുക്കുമല്ലോ അല്ലേ? നല്ല അടിപൊളി പുളി കൊടുത്താൽ കേട്ടോ. അപ്പോൾ ശരി, കാണാം. ഈ നമ്മൾ ഈ കണ്ട പുളി. ഇനിയിതിപ്പോൾ ചേട്ടന് ഇതിപ്പോൾ ഇത് വൈകുന്നേരം വരെ പണിയുണ്ട്. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. അതെ, ഇതുണ്ടോ, ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് പറക്കി എടുത്തതാണ്. ഇനി ആ മേളിലൊക്കെ പോയി പറക്കാനൊക്കെ ഉണ്ട്. നല്ല പണിയുണ്ട്. നല്ല പണിയാണ്. 2-3 സൈഡിലായിട്ട് തീ കൊടുക്കും. തീ കൊടുക്കാനേ പറ്റുള്ളൂ. അതെ അതെ, പുള്ളി പോകുമ്പോൾ പിന്നെ വില കിട്ടിയാലാ ഇത് വരും. എന്നാൽ ശരി, ഞാൻ പറമ്പങ്ങ് ഇറങ്ങി തുടങ്ങിയേക്കാം. ഇനി കുറേ താഴേക്ക് ഇറങ്ങി പോകാണ്ട്. വഴിയും തെറ്റൊന്നും ഇല്ലോ അല്ലേ? ഈ വഴി ചാല് നോക്കി പോയാൽ പോരെ? വേണ്ട, ഞാൻ പൊക്കോളാം. അങ്ങനെ നമ്മൾ ആ കയറിപ്പോയ പറമ്പ് വട്ടം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ താഴേക്ക്. ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല കേട്ടോ. ഈ മലയുടെ മേളിൽ കയറിപ്പോയിട്ട് ഇതിൻ്റെ പിന്നിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അത് ഉണങ്ങി എടുക്കുന്ന വരെയുള്ള ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാസ്കരൻ ചേട്ടനെ പോലെ ഈ പണി ചെയ്യുന്ന ഇവിടെയുള്ള മിക്ക വീടുകളിലും ഈ ജോലി നടക്കുന്നുണ്ട്. കണ്ടമാനം പുളിമരങ്ങളുണ്ട്. എല്ലാം അങ്ങനെ എങ്ങനെ കാണിച്ചു തരണം അല്ലേ ഈ പറമ്പിൽ? അല്ലെങ്കിൽ എല്ലാത്തിനും ചോട്ടി കൂടെ പോകേണ്ടി വരും. അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അട്ട കടിച്ച ചോരയെല്ലാം കഴുകി കളയണം. അത് നോക്കേ, നല്ലൊരു വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് ഇവിടുന്ന് ഒഴുകി വരുന്നതാണ്. കണ്ടില്ലേ? അതെ, അവിടെയൊക്കെ പുളിമരങ്ങൾ നമുക്ക് നിൽക്കുന്ന കാണാം കേട്ടോ. ആ പറമ്പിലൊക്കെ ഉണ്ട്. ചേട്ടാ, പറമ്പിപ്പണിയാണോ? അപ്പോൾ ഇവിടെ വരേണ്ട വഴിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മൂലമറ്റം വന്നിട്ട് ഇലപ്പള്ളി വരിക, എടാട് വരിക. എടാട് നിന്നാണ് ഇവിടേക്ക് വരേണ്ട. അധികം ദൂരമൊന്നുമില്ല മൂലമറ്റത്തു നിന്ന്. മലബാർ ടാമറിൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടംപുളി നമ്മൾ പ്രധാനമായിട്ടും മീൻകറി ഉണ്ടാക്കാനായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. നല്ല മീൻകറി കുടംപുളി ഇട്ട് വെച്ചത് അല്ലേ? ഇഷ്ടപ്പെടാത്ത മലയാളികൾക്ക് വളരെ കുറവായിരിക്കില്ല. അതുപോലെ തന്നെ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞ ഇതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഒരു ഒഴിച്ചുകൂട്ടാൻ ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല രുചികരമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കുടംപുളി മരങ്ങൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളിലൊക്കെയാണ് ഈ മരങ്ങൾ ധാരാളമായിട്ടും വളരുന്നത്. ഇവിടെ ഈ പുളിക്കത്തടത്തിലൊരു സെപ്റ്റംബർ മാസം വരെ ഈ കായ എടുക്കുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഉണക്കി സൂക്ഷിക്കും. അപ്പം മിക്ക ടൈമിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇവർ പ്രധാനമായിട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. പിന്നെ ഇവിടെ ഈ മരഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന കടകളിലൊക്കെ ഇവർ കൊണ്ടുപോയി അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്, അവരുടെ ഒരു ആദായമാണല്ലോ. കാരണം അതുപോലെ മരങ്ങളുണ്ട്. ഇവിടെ നോക്കി, ഈ പറമ്പിലൊക്കെ നമുക്ക് ഒത്തിരി മരങ്ങളിങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അതിലൊക്കെ നിറയെ കായ്കളുണ്ട്. അതിൽ കൂടുതലിങ്ങനെ ചോട്ടി വീണ് കിടക്കുന്ന പറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കയറി പറിക്കുന്നവരും ഉണ്ട്. ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നമുക്ക് കന്നാസുകളിലും അതുപോലെ ചാക്കിലൊക്കെ ആക്കി ഇങ്ങനെ
പറക്കി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. നമ്മുടെ കേരളത്തിലെ പറമ്പുകളിലൂടെയും തൊടികളിലൂടെയൊക്കെ നടക്കുന്ന ആ ഒരു സുഖം വേറെ എവിടെ പോയാലും കിട്ടുമോ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു മഴക്കാലത്തായിരിക്കണം. ഇത് ഈ തോട്ടും കരയിലായിട്ട് കണ്ടോ വലിയൊരു കുടംപുളി മരം നിൽക്കുന്നത് കാണാം. അതിൽ ഏകദേശം കായൊക്കെ തീരാറായിട്ടുണ്ട്. ഇവിടെ ഈ സെപ്റ്റംബർ മാസം അവസാനം വരെ ഈ കായ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞേ. ഇങ്ങനെ രണ്ട് പറമ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം കേട്ടോ. ഇത് മിക്കവാറും ഇവിടുത്തുകാരുണ്ടാക്കിയേക്കുന്നതായിരിക്കും. ഇത് ഈ ടെലിഫോൺ പോസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മേളിലായിട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുവാണ്. നമ്മളാ കണ്ട വെള്ളച്ചാട്ടം ഇല്ലേ, അപ്പോൾ ആ തോടാണ് ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു എൻജിനീയറിങ് ഐഡിയ ആയിപ്പോയി. ഓക്കെ, നല്ല സ്ട്രോങ് ആണ് പാലം. പോരാത്തതിന് ഇങ്ങനെ ഒരു കൈവരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പറമ്പിൽ ധാരാളം കൊക്കോ മരങ്ങൾ കാണാം. അതുപോലെ അത് നോക്കി പുളിമരങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വെള്ളം ഒഴുകി വരുന്നതുണ്ടോ, ഇങ്ങനെ തട്ട് തട്ടായിട്ട് താഴേക്ക് പതിക്കുവാണ്. കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പുളിക്കത്തടം. ഒന്നുമില്ലെങ്കിലും നല്ല ശുദ്ധമായി ശ്വസിക്കാമല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഭാസ്കരൻ ചേട്ടൻ്റെ തറവാട്ടിലാണ് വണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ അധികം സൗകര്യങ്ങളൊന്നുള്ള ഒരു സ്ഥലമൊന്നുമല്ല കേട്ടോ. ആ കാണുന്ന ചെറിയൊരു പെട്ടിക്കടയും അത് രാവിലെയും വൈകുന്നേരം മാത്രമേ തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അതുപോലെ അങ്കണവാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു എടാടാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. എടാട് കടകളൊക്കെ ഉണ്ട്, അവിടെ പോവും. പിന്നെ പ്രധാന ആവശ്യങ്ങൾക്ക് മൂലമറ്റം പോവും. അങ്ങനെയൊക്കെയാണ്. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല, വഴി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുളിക്കത്തടത്തിലെ കാഴ്ചകളും ചെറിയ വിശേഷങ്ങളും അവസാനിക്കണം കേട്ടോ. അതെ, വലിയൊരു മഴ വരാൻ പോവുകയാണേ. അതിന് മുന്നേ താഴെ ഇറങ്ങി ചെല്ലണം. കയറ്റമുള്ളൊരു സ്ഥലമാണെന്ന് അറിയാം കേട്ടോ, പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര സ്റ്റീപ്പാണ്. എന്തായാലും പോകുന്നതിന് മുന്നേ ബ്രേക്കൊക്കെ ടൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ മഴയും കൂടെ പെയ്താലേ, മഴ പെയ്തു തുടങ്ങി. ഇച്ചിരി ടാസ്ക്കാണ് താഴെ ഇറങ്ങി ചെല്ലാനായിട്ട്.